UGC നെറ്റ് 2017 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഇളംകുളം കുഞ്ഞൻപിള്ള. പി. ശങ്കരൻ നമ്പ്യാരുടെ ഘട്ടവിഭജന ക്രമമേത്? പ്രാചീന മലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം. ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കരിന്തമിഴുകാലം, മലയാളകാലം, മലയാണ്മാകാലം, AR രാജരാജവർമ്മ. കരിന്തമിഴുകാലം, മലയാളകാലം, മലയാണ്മാകാലം, AR രാജരാജവർമ്മ. ആദികാലം, മധ്യകാലം, അനുദാനകാലം, അത് വടക്കങ്കൂർ രാജരാജവർമ്മ. ആദികാലം, മധ്യകാലം, അനുദാനകാലം, വടക്കങ്കൂർ രാജരാജവർമ്മ. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം, CL ആൻ്റണി. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം, CL ആൻ്റണി. പ്രാചീനഘട്ടം, അർവാചീനഘട്ടം, K ഗോദവർമ്മ. പ്രാചീനഘട്ടം, അർവാചീനഘട്ടം, K ഗോദവർമ്മ. അടുത്തത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. മലയാളം ആദി ദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖ, അത് പറഞ്ഞിരിക്കുന്നത് ശേഷഗിരി പ്രഭുവാണ്. മലയാളം ആദി ദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖ ശേഷഗിരി പ്രഭു. മലയാളം സംസ്കൃതജന്യം, വടക്കങ്കൂർ. മലയാളം സംസ്കൃതജന്യം, വടക്കങ്കൂർ. മലയാളം ഭാഷാ സംക്രമണത്തിലൂടെ, CL ആൻ്റണി. മലയാളം ഭാഷാ സംക്രമണത്തിലൂടെ, CL ആൻ്റണി. ചെന്തമിഴ് സംസ്കൃതത്തോട് ചേർന്ന് മലയാളം രൂപപ്പെട്ടു, ഇളംകുളം. ചെന്തമിഴ് സംസ്കൃതത്തോട് ചേർന്ന് മലയാളം രൂപപ്പെട്ടു, ഇളംകുളം. അടുത്ത ചോദ്യം നോക്കാം. ലീലാതിലകം ആദ്യം പ്രസിദ്ധീകൃതമായത് ഏത് മാസികയിലാണ്? മംഗളോദയ മാസികയിലാണ് ലീലാതിലകം ആദ്യമായി പ്രസിദ്ധീകൃതമായത്. അടുത്തത് പാട്ടിൻ്റെ ശരിയായ ലക്ഷണം ഏത്? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ മെതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട്. ഓപ്ഷൻ A 1 വന്നിരിക്കുന്നത് കറക്റ്റായിട്ടുള്ളത്. അടുത്തത് ലീലാതിലകത്തിൻ്റെ പാട്ടിൻ്റെ ലക്ഷണം വിശദീകരിച്ച ഘട്ടത്തിൽ പറയാതിരുന്നത്. ലീലാതിലകത്തിൽ ലക്ഷണം വിവരിച്ചപ്പം പറയാതിരുന്ന കാര്യം ഏതാണെന്നാണ് പറയുന്നത്? ഒരു പാട്ടിലെ അവസാന പദം കൊണ്ട് അടുത്ത പാട്ട് ആരംഭിക്കുന്ന രീതി, അതാണ് അതിൽ പറയാതിരുന്നത്. ലീലാതിലകത്തിലെ കൂന്തൽവാദത്തിൻ്റെ പൊരുൾ. കൂന്തൽവാദത്തിൻ്റെ പൊരുൾ എന്താണെന്നുള്ളതാണ് അടുത്തത്. കേരള ഭാഷയും വിഭക്താന്ത സംസ്കൃതം തമ്മിലുള്ള യോഗമാണ് മണിപ്രവാളം എന്ന സിദ്ധാന്ത കഥനം, അതാണ് അതിൽ പറയാതിരുന്നത്. അടുത്തത് രാമചരിതം വ്യാഖ്യാനിക്കാത്തത്. രാമചരിതം ആരാണ് വ്യാഖ്യാനിക്കാത്തത് എന്നാണ്? കുഞ്ചുണ്ണി രാജയാണ്. കുഞ്ചുണ്ണി രാജയാണ് രാമചരിതം വ്യാഖ്യാനിക്കാത്തത്. അപ്പം വ്യാഖ്യാനിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇളംകുളം, PV കൃഷ്ണൻ നായർ, ആനന്ദക്കുട്ടൻ. അടുത്തതൊരു വരികളാണ് തന്നിരിക്കുന്നത്. ഉണ്ണുനീലി സന്ദേശത്തിലെ ഈ പ്രസ്താവം ഏതു നഗരത്തെക്കുറിച്ചാണ്? ഉത്തരം വരുന്നത് കൊല്ലമാണ്. കണ്ടർ മേനോൻ പാട്ട്, കണിയാങ്കുളത്ത് പോര് എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം വരുന്നത് ചാവേർ പാട്ട്, തെക്കൻ പാട്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.